അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു അടിപൊളി മധുരക്കിഴങ്ങ് ഓംലെറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. അതിന് മുമ്പായിട്ട് ആസിഫ് ആക്കിഫ് ഫൺവേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി നേരത്തെ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദേ അതും ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലടിച്ചപ്പോൾ തന്നെ മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മധുരക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പാല് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓംലെറ്റിന് നല്ലൊരു ഭംഗിയും നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോളയും തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയും മധുരക്കിഴങ്ങ് മിക്സും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. ചുറ്റിനും നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ മധുരക്കിഴങ്ങ് ഓംലെറ്റ്. രാവിലെയും രാത്രിയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം വളരെ ലോയിൽ വേണം വെക്കാനായിട്ട്. ഒരു ഹാഫ് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും ഓംലെറ്റിന്. കണ്ടോ? ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. നല്ല അടിപൊളി മധുരക്കിഴങ്ങ് ഓംലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഓംലെറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.